ഞാൻ ഒരുപാട് നാളുകളായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ. ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട്, ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും കഴിയുന്തോറും എനിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോൺഫിഡൻസ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഒരിക്കലും മാറാൻ പറ്റുമെന്നോ, ഞാൻ ആവേണ്ട സ്ഥലത്തോ ഞാൻ എത്തേണ്ട സ്ഥലത്തോ എനിക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു കോൺഫിഡൻസ്, ആ ഒരു പ്രതീക്ഷ അതെനിക്ക് പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിൽ തന്നെയുള്ള കോൺഫിഡൻസ് പോയി. കാരണം എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, എത്ര പ്രാവശ്യം ഞാൻ ആവേണ്ട മനുഷ്യനായിരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. ഇതൊന്നും നടക്കുന്നില്ല. പിന്നെയും ഞാൻ വീഴും, പിന്നെയും ഞാൻ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകും, പിന്നെയും ഞാൻ പഴയ മനുഷ്യനായി തന്നെ ജീവിക്കാൻ തുടങ്ങും. എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഒരേ ഒരു സ്ഥലത്താണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം തീരുമാനമെടുത്താൽ, ഏതെങ്കിലും ഒരു നിമിഷം തീരുമാനമെടുത്താൽ അത് ജീവിതം മുഴുവനും മാറ്റുമെന്നാണ്. നോ, ഒരു നിമിഷത്തെ തീരുമാനം നമ്മുടെ മാസങ്ങൾ മാറ്റില്ല, നമ്മുടെ വർഷങ്ങൾ മാറ്റില്ല. അത് ആ നിമിഷത്തെ മാത്രമാണ് മാറ്റുന്നത്, അത് ആ ദിവസത്തെ മാത്രമാണ് മാറ്റുന്നത്. ദിസ് ഈസ് എ ഫൈറ്റ് യു ഹാവ് ടു ഡു എവ്രി ഡേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും തീരുമാനമെടുക്കണം. നമ്മൾ 100 ദിവസത്തേക്ക് വേണ്ടിയല്ല ഒരു ദിവസം തീരുമാനമെടുക്കുന്നത്. ജസ്റ്റ് ടുഡേ ആൻഡ് ടുഡേ എലോൺ. കാരണം നാളെ ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. നാളത്തെ ടെൻഷൻസോ നാളത്തെ ആങ്സൈറ്റീസോ ഇന്ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇന്നിലും മാത്രം നോക്കുക. ഇഫ് യു ക്യാൻ വിൻ ഡേയ്സ്, യു ക്യാൻ വിൻ വീക്സ് ആൻഡ് മന്ത്സ്, ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ചേഞ്ച് യുവർ ലൈഫ്. ഈ തീരുമാനം ഓരോ ദിവസവും എടുക്കാൻ തുടങ്ങുമ്പോൾ, ഓരോ ദിവസവും അന്നത്തെ ജീവിതം മാറ്റാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മാസങ്ങൾ മാറുന്നത്, നമ്മുടെ വർഷങ്ങൾ മാറുന്നത്. സിഗ്സാഗ്ലാർ പറഞ്ഞു തരുന്ന ഒരു വലിയ കാര്യമുണ്ട്. ആൾക്കാർ പറയും മോട്ടിവേഷൻ അങ്ങ് നീണ്ടു നിൽക്കുന്നില്ല, മോട്ടിവേഷൻ വീഡിയോ കണ്ടു, നമ്മളൊരു കാര്യം പഠിച്ചു, പിന്നെ അതങ്ങ് പോവാണ്. ശരിയാണ്, ലൈഫിൽ ഏത് സിനേറിയോയിലൊക്കെ നോക്കിക്കോളൂ, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ദിവസം കുളിക്കുന്നു, പിന്നെ എന്തിനാണ് നമ്മൾ പിറ്റേ ദിവസം പോയി കുളിക്കുന്നത്? കാരണം ഇറ്റ് ഡസൻറ്റ് ലാസ്റ്റ്. അതിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അത് ചെയ്യണം. ഓരോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം നമ്മളോട് തന്നെ ചെയ്യേണ്ട ഒരു പ്രോമിസ് ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് ആവാൻ നമ്മൾ ശ്രമിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ ഇന്നിടും. ഇന്ന് കിട്ടുന്ന ഓരോ ചാൻസ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ആ പഴയ മനുഷ്യനോട്, നമ്മുടെ ആ പഴയ മനസ്സിനോട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലേസിനെസ്, നമ്മുടെ നെഗറ്റിവിറ്റി, നമ്മുടെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, ഇതെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് വി ഹാവ് ടു ഡ്രീം ബിഗ്, വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദാറ്റ് ഡ്രീം. ഒരു പരുപരുത്ത കല്ല് എങ്ങനെയാണ് നല്ല മിനുസമുള്ള ഉരുളൻകല്ലായിട്ട് മാറുന്നത്? ഒരു ദിവസം പുഴയിൽ കടന്നതുകൊണ്ടല്ല, ഓരോ ദിവസവും വർഷങ്ങൾ മാസങ്ങൾ പുഴയിൽ കടക്കുന്നത് കൊണ്ടാണ്. ഓരോ ദിവസവും അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് അല്പാൽപമായി ഷേപ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. നമുക്ക് അറിവ് വേണമെങ്കിൽ അറിവിൻ്റെ ലോകത്തേക്ക് ഇറങ്ങുക. നമ്മൾ ഡിസിപ്ലിൻഡ് ആവണമെങ്കിൽ ആ ലോകത്തേക്ക് ഇറങ്ങുക. നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ഇറ്റ് എവ്രി സിംഗിൾ ഡേ. നമുക്കൊരു ബെറ്റർ പേഴ്സൺ ആവണമെങ്കിൽ വി ഹാവ് ടു ഇംപ്രൂവ് എവ്രി സിംഗിൾ ഡേ. നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഉരുളങ്കല്ലാവുന്നിടം വരെ നമ്മൾ അതിൽ മുങ്ങിക്കിടക്കണം. ഓരോ ദിവസവും മുങ്ങിക്കിടക്കണം. ഇറ്റ് ഈസ് എ ഫൈറ്റ്. നമ്മളോട് തന്നെയുള്ള ഒരു യുദ്ധമാണിത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള റെസിസ്റ്റൻസുകളോടുള്ള ഒരു യുദ്ധമാണിത്. മൈക്കൽ ഫെൽപ്സ് പറയുന്നുണ്ട്, there will be obstacles, there will be doubters, there will be mistakes, but with hard work there are no limits. So promise yourself every single day. Stay strong, stay inspired, inspiring.